മന്ത്രിമാരുടെ വകുപ്പുകളിലും അവസാനം ലീഗിന് വഴങ്ങി കോൺഗ്രസ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പകരം ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകി. സാമൂഹ്യനീതി വകുപ്പും ലീഗിന്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പില്ല. റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന്. കെ മുരളീധരന്റെ സമ്മർദ്ദം വിജയിച്ചു. മുരളീധരന് ആരോഗ്യവും ദേവസ്വവും വകുപ്പുകൾ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങി. വിവരങ്ങളുമായി നൃപൻ കൂടി ചേരുകയാണ്. നൃപൻ, അങ്ങനെ ഒടുവിൽ ലീഗിന് വഴങ്ങിയിരിക്കുകയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിലും ലീഗിന്റെ തന്ത്രം തന്നെ വിജയിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പകരം ഫിഷറീസ് വകുപ്പാണ് ഇപ്പോൾ ലീഗിന് നൽകിയിരിക്കുന്നത്. മറ്റു വകുപ്പുകൾ വിവരങ്ങൾ എങ്ങനെയാണ്? ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകണമെങ്കിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ഫിഷറീസ് വകുപ്പ് പകരം നൽകണമെന്നാണ് ലീഗ് വാശി പിടിച്ചത്. അങ്ങനെയാണ് തർക്കങ്ങൾ 3 നാൾ നീണ്ടത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവസാനം 3 നാളുകൾ വേണ്ടിവന്നു മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ. അവസാനം വിജ്ഞാപനം പുറത്തിറങ്ങി. അതിൽ ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകിയപ്പോൾ ഫിഷറീസ് വകുപ്പ് ലീഗ് പിടിച്ചു വാങ്ങി. ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പിനൊപ്പം തന്നെ സാമൂഹ്യ നീതി വകുപ്പും ലീഗിന് തന്നെയാണ്. ഫിഷറീസും ഒപ്പം തന്നെ സാമൂഹ്യ നീതി വകുപ്പും അബ്ദുൾ ഗഫൂറിന് ആണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വാഭാവികമായും കോൺഗ്രസിന് ലഭിച്ചു. അത് ഈ റോജി എം ജോണിന് ലഭിച്ചു. ഒപ്പം തന്നെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. പലതരത്തിൽ ഈ വകുപ്പുകൾ മാറിമറിഞ്ഞു. വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ കെ മുരളീധരൻ ശക്തമായ സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പും ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയത്. അവസാനം കെ മുരളീധരന്റെ സമ്മർദ്ദം വിജയിച്ചു. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ആരോഗ്യവും ദേവസ്വവും എന്നീ വകുപ്പുകൾ ലഭിച്ചു. AP അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് വൈദ്യുതിയാണ് ഉറപ്പിച്ചിരുന്നത്. പക്ഷേ AP അനിൽകുമാർ KC വിഭാഗം ശക്തമായ ആവശ്യം ഉന്നയിച്ചതോടുകൂടി തന്നെ അതിന്റെ നഷ്ടം സംഭവിച്ചത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ റവന്യൂ വകുപ്പില്ല. റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന് ലഭിച്ചു. റവന്യൂക്കൊപ്പം തന്നെ അദ്ദേഹത്തിന് സർവേ വകുപ്പും അദ്ദേഹത്തിനാണ്. പക്ഷേ സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം എന്നിവയാണ് വകുപ്പുകൾ. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസിനും ഒപ്പം തന്നെ കയർ വകുപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം, PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരിക, സിനിമ എന്നീ വകുപ്പുകളാണ്. M ലിജുവിന് എക്സൈസും സഹകരണ വകുപ്പും ലഭിച്ചു. റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസവും ഒപ്പം തന്നെ സർവകലാശാലകളുമുണ്ട്. T സിദ്ദിഖിന് കൃഷി, മണ്ണ് സംരക്ഷണം എന്നിവയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. KA തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമമാണ് ലഭിച്ചത്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമത്തിനൊപ്പം ക്ഷീരവികസനവും ഉണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട തൊഴിൽ വകുപ്പ് കൂടി ബിന്ദു കൃഷ്ണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആദ്യം വിജയിച്ചു വന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന് കായികം, യുവജന ക്ഷേമം ഒപ്പം തന്നെ രജിസ്ട്രേഷൻ വകുപ്പുകളുമുണ്ട്. മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, IT, AI വകുപ്പുകളാണ്. N ഷംസുദ്ദീനാണ് പൊതുവിദ്യാഭ്യാസം, ഒപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമവും ഷംസുദ്ദീനാണ് ലഭിച്ചിട്ടുള്ളത്. KM ഷാജി ലീഗിലെ ഷാജിക്ക് തദ്ദേശ സ്വയംഭരണമാണ്. PK ബഷീറിന് പൊതുമരാമത്ത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ലഭിച്ചിട്ടുണ്ട്. VA അബ്ദുൾ ഗഫൂറിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിഷറീസും സാമൂഹ്യ നീതി എന്നീ 2 വകുപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. മോൻസ് ജോസഫിന് ജലവിഭവത്തിനൊപ്പം തന്നെ ഭവന നിർമ്മാണ വകുപ്പുമുണ്ട്. അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. അദ്ദേഹത്തിന് 2.5 കൊല്ലം മാത്രമാണ്. 2.5 കൊല്ലം കഴിയുമ്പോൾ മാണി C കാപ്പന് ഇതേ വകുപ്പ് കൈമാറും. ഷിബു ബേബി ജോണിന് വനം വകുപ്പാണ് പ്രധാനപ്പെട്ട വകുപ്പ് ലഭിച്ചു. ഒപ്പം തന്നെ നൈപുണ്യ വികസനം എന്ന വകുപ്പ് നേരത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നൈപുണ്യ വികസന വകുപ്പ് ഷിബു ബേബി ജോൺ കൈയാളിയിരുന്ന വകുപ്പാണ്. അത് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് വനത്തിനൊപ്പം തന്നെ നൈപുണ്യ വികസനവും അദ്ദേഹത്തിന് സ്കിൽ ഡെവലപ്മെന്റ് എന്ന വികസനം കൂടി അദ്ദേഹത്തിന് ലഭിച്ചു. CP ജോണിന് ഗതാഗതവും മോട്ടോർ വാഹന വകുപ്പുമാണ്. അത് നേരത്തെ അദ്ദേഹം സഹകരണ വകുപ്പാണ് ചോദിച്ചിരുന്നത്. സഹകരണ വകുപ്പ് M ലിജുവിലേക്ക് പോയി. കോൺഗ്രസ് അത് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഗതാഗതവും മോട്ടോർ വാഹന വകുപ്പുമാണ് CP ജോണിന് CMPക്ക് ലഭിച്ചിട്ടുള്ളത്. വകുപ്പുകൾ വീതം വെക്കുന്നതിൽ വലിയ തർക്കമാണ് നടന്നത്. അത് ലത്തീൻ സഭ ഒരു കാരണവശാലും ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകരുത് എന്ന് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ലീഗിന് തന്നെ ഫിഷറീസ് വകുപ്പ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ കാലത്തുണ്ടായിരുന്ന 5 വകുപ്പുകളും പ്രധാനപ്പെട്ട 5 വകുപ്പുകളും ഇപ്രാവശ്യവും ലീഗിന് തന്നെയാണ്. അതിൽ ഉന്നത വിദ്യാഭ്യാസം തിരിച്ചെടുത്തപ്പോൾ തത്തുല്യമായ ഫിഷറീസ് പോലുള്ള ഒരു വലിയ വകുപ്പ് ലീഗിന് തിരിച്ച് കോൺഗ്രസിന് മടക്കി നൽകേണ്ടി വന്നിട്ടുണ്ട്. അവന്തിക. ശരി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്.